ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോരുമുളകാണ്. അപ്പോൾ വേനൽക്കാലത്ത് നമുക്ക് നല്ല വെയിൽ കിട്ടുമ്പോൾ നമുക്ക് ഈ പച്ചമുളക് ഇതിൻ്റെ ഒരു സീസണുണ്ട്. അപ്പോൾ നമുക്കിത് മോരുമുളക് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നല്ല എളുപ്പത്തിൽ ചെയ്യാം, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ നമുക്കൊട്ടും സമയം കളയാതെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് മുളകിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. വെള്ളം വാർന്നു പോകാനായി വയ്ക്കാം. ഇനി നമുക്ക് ഈ മുളകിനെ ഇതുപോലെ ഈ അറ്റത്തൊന്ന് കുറച്ചൊന്ന് കീറി വിടാം. അതുപോലെ എല്ലാത്തിനെയും കീറി വിടാം. മുഴുവൻ ഫുള്ളായിട്ട് കീറണ്ട, കുറച്ച് പാർട്ട്. ഇനി നമുക്ക് ഒരു 1.5 കപ്പ് തൈര് എടുക്കാം. ഇത് 3/4 കപ്പിൻ്റെ അളവാണ്. ഇത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 3 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് നോക്കാം, ടേസ്റ്റ് നോക്കാം. മതി. ഇനി നമുക്ക് ഈ പച്ചമുളക് ഇതിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്ത ദിവസമാണ്, ഞാൻ ഇന്നലെ വൈകുന്നേരമൊക്കെയാണ് ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചത്. ഇപ്പോൾ ഇത് രാവിലെ ആയിട്ടുണ്ട്. വെയിൽ വരുന്ന സമയം നോക്കി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതെടുത്ത് ഒരു മുറത്തിലോ ഇലയിലോ ഇല്ല. അപ്പോൾ നമ്മൾ വെയിലിൽ വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ തൈരിനെയും ഇതുപോലെ അടച്ച് തന്നെ കുറച്ച് സമയം വെയിലിൽ വയ്ക്കാം. അപ്പോൾ ഞാനിതാ വെയിലിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാക്ക വരാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഇതുപോലെ കുട കുറച്ച് മാറി വയ്ക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഒരു ദിവസത്തെ വെയിൽ കിട്ടി. വെയിൽ പോയപ്പോൾ നമ്മൾ അകത്തെടുത്തു. ഇനി തിരിച്ച് നമ്മൾ നേരത്തെ ഇരുന്ന പാത്രത്തിൽ ആ തൈരും കുറച്ച് ഇതുപോലെ വെയിലിൽ പാത്രം അടച്ച് തന്നെ വെയിലിൽ വെച്ചിരുന്നു. അതിൽ നമുക്കിത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ വീണ്ടും അടുത്ത ദിവസം 2-ാം ദിവസം ഇതുപോലെ എടുത്ത് വെയിലിൽ വെച്ചിട്ടുണ്ട്. നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ച് എടുക്കാം. അപ്പോൾ മുളക് ഒരു 4 ദിവസം വരെ ഞാൻ ഉണക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിൽ ഉണ്ടായിരുന്നു. ചൂട് ആക്കണം. അപ്പോൾ നമുക്ക് കുറേ ദിവസം വെക്കാനാണെങ്കിൽ ചൂട് ഒന്ന് ഉണക്കിയെടുക്കണം.
അപ്പോൾ നമ്മൾ മോര് മുളക് റെഡി ആയിട്ടുണ്ട്. ഒരു 5-6 ദിവസം ഉണക്കിയിട്ടുണ്ട്. വെയിലിനനുസരിച്ച് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിട്ട് വറുത്തെടുക്കാം. തീരെ കരിഞ്ഞു പോകരുത്. നന്നായിട്ട് ചുമന്ന് വരുമ്പോൾ അത് എടുക്കാം. ഫ്ലെയിം ഒരല്പം കുറച്ച് വെച്ച് നന്നായിട്ട് മൊരിച്ച് എടുക്കണം. ഇതുപോലെ വറുത്ത് എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഇത് നമുക്ക് ചോറിന്, കഞ്ഞിക്ക്, തൈര് സാദത്തിന്, ഇതിനൊക്കെ നല്ല സൈഡ് ഡിഷായിട്ട് കഴിക്കാം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.